ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷനാണ്. കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വസ്തുതകളുമാണ്. ക്ലാസ് മൊത്തമായി കാണുക. അതിനുശേഷം ഇതിൻ്റെ PDF നോട്ടിന് നമ്മുടെ ടെലഗ്രാമിൽ കൂടി ജോയിൻ ചെയ്തോ. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. മക്കളെ ശ്രദ്ധിച്ച് കേട്ടിരുന്നാൽ മാത്രം മതി. ക്ലാസ് കഴിയുമ്പോഴേക്കും ഈ ചോദ്യങ്ങളുടെ എല്ലാത്തിൻ്റെയും ഉത്തരങ്ങൾ നിങ്ങൾക്ക് സെറ്റായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: റിട്ടുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? LDC 2024 ചോദിച്ചൊരു ചോദ്യമാണ്. വീണ്ടും നമുക്ക് ഇതേപോലുള്ള ചോദ്യങ്ങൾ തീർച്ചയായിട്ടും വരുന്ന എക്സാമിലും പ്രതീക്ഷിക്കാം. ഓപ്ഷൻ നോക്കാം. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളൂ. രണ്ടാമത്തെ ഓപ്ഷൻ, സുപ്രീം കോടതിക്ക് മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാനാവൂ. മൂന്നാമത്തെ ഓപ്ഷൻ, സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ജില്ലാ കോടതിക്കും റിട്ട് പുറപ്പെടുവിക്കാം. ഞാൻ ഈ ഓപ്ഷൻ മൊത്തമായി വായിച്ചത് ഈ ഒരു പ്രസ്താവന തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രസ്താവന തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എല്ലാം എടുത്ത് വായിച്ചത് കേട്ടോ. അടുത്ത് വരുന്ന ചോദ്യങ്ങളിൽ നമുക്ക് ചോദ്യ ഉത്തരവ് മാത്രം പറഞ്ഞിട്ട് ബാക്കി എക്സ്പ്ലനേഷനിലേക്ക് പോകാം. അപ്പോൾ റിട്ടുമായി ബന്ധപ്പെട്ട ഇതിലെ ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് ഒന്നാമത്തെ പ്രസ്താവന മാത്രമാണ് ശരിയായിട്ടുള്ളൂ. അതായത് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കുക. അതായത് ആർക്കാണ് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളൂ. ഓക്കെ, എന്താണ് മക്കളെ അങ്ങനെയാണെങ്കിൽ റിട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൗലിക അവകാശങ്ങൾ, മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെ പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? റിട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് റിട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷനാണ് ഞാൻ പറഞ്ഞത്. മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെ പറയുന്നതാണ് റിട്ട് എന്ന് പറയുന്നത്. ഈ പറയുന്ന റിട്ട് എന്ന് പറയുന്ന ആ ഒരു വേർഡ് ഏത് ഭാഷയിൽ നിന്നാണ് കടം കൊണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് റിട്ട് എന്ന വേർഡ് വന്നത്. ഇനി റിട്ട് എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്ത് നിന്നാണെന്നുള്ളത് ഒത്തിരി തവണ PSC ചോദിച്ചേക്കുന്ന ഒരു ചോദ്യമാണ്. കാരണം കടമെടുത്ത ആശയങ്ങൾ നമുക്ക് ഉറപ്പായിട്ടും പഠിക്കാനുണ്ട്. അടുത്ത നമ്മുടെ ഒരു ചോദ്യവും അത് തന്നെയാണ്. അപ്പോൾ അതിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പോൾ ഇത് മാത്രം പഠിക്കുക. റിട്ട് എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്ത് നിന്നാണ് മക്കളെ? യെസ്, ബ്രിട്ടനിൽ നിന്നാണ് റിട്ട് എന്ന ആശയം കടമെടുത്തത്. ബ്രിട്ടനിൽ നിന്നാണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ റിട്ട് എന്ന പദം ഏത് ഭാഷയിൽ നിന്നാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് റിട്ട് എന്ന പദം വന്നത്. റിട്ട് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെ പറയുന്നതാണ് റിട്ട് എന്ന് പറയുന്നത്. ഭരണഘടനയുടെ 32ാം അനുച്ഛേദം ശ്രദ്ധിക്കുക. ഭരണഘടനയുടെ 32ാം അനുച്ഛേദം, അതായത് ആർട്ടിക്കിൾ അല്ലെങ്കിൽ വകുപ്പ് എന്നൊക്കെയാണ് നമ്മൾ എന്തിനെ പറയുന്നത്? അനുച്ഛേദത്തെ പറയുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 32 എന്തെന്ന് പറയുന്നത് സുപ്രീം കോടതിക്ക് അപ്പോൾ സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരത്തെക്കുറിച്ച് പറയുന്നത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണെന്ന് ചോദിച്ചാൽ മക്കളെ ചോദിച്ചേക്കണ ചോദ്യമാണ്. 32ാം ആർട്ടിക്കിൾ പ്രകാരമാണ് സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കുന്നതിനെ കുറിച്ച് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മക്കളെ ഹൈക്കോടതിക്ക് നമ്മൾ പറഞ്ഞു സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമാണ് റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളൂ എന്ന്. അപ്പോൾ സുപ്രീം കോടതിക്ക് 32 ആർട്ടിക്കിളും അതേപോലെ തന്നെ ഹൈക്കോടതിക്ക് ഏതാണെന്ന് ചോദിച്ചാൽ 226 ആർട്ടിക്കിളുമാണുള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഹൈക്കോർട്ട് 226, സുപ്രീം കോർട്ട് എന്ന് പറയുന്നത് 32 ഓർത്ത് വയ്ക്കുക. മൗലികാവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നതിന് വേണ്ടി മാത്രം റിട്ട് പുറപ്പെടുവിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അത് സുപ്രീം കോർട്ടാണ്. അപ്പോൾ മൗലിക അവകാശങ്ങൾ, അതായത് ഫണ്ടമെൻ്റൽ റൈറ്റ് സ്ഥാപിച്ചു കിട്ടുന്നതിന് മാത്രം റിട്ട് പുറപ്പെടുവിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ സുപ്രീം കോർട്ടാണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. മൗലികാവകാശങ്ങളോടൊപ്പം നിയമാവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടാനും ആർക്ക് റിട്ട് പുറപ്പെടുവിക്കാം? ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാം. ഈ അർത്ഥത്തിലാണ് ഹൈക്കോടതിയുടെ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം സുപ്രീം കോടതിയിലേക്കാൾ വിശാലമാണ് എന്ന് പറയുന്നത്. അപ്പോൾ
നിലവിൽ സുപ്രീം കോടതിയേക്കാൾ വിശാലമായിട്ട് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം ആർക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആർക്കായിരിക്കും മക്കളെ? യെസ്, ഹൈക്കോർട്ടിനായിരിക്കും. അപ്പോൾ അധികാര പരിധി അധികാര പരിധി കൂടുതൽ ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആർക്കാണ്? യെസ്, ഹൈക്കോർട്ടിനാണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ റിട്ട് പുറപ്പെടുവിക്കാൻ സുപ്രീം കോർട്ടിൻ്റെ അധികാരത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ മക്കളെ എത്രയാണ്? 32 മറക്കരുത്. അതേപോലെ തന്നെ ഹൈക്കോടതിക്കാണെങ്കിലോ 226 കൂടി ഓർത്ത് വയ്ക്കുക. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഒത്തിരി തവണ ചോദിച്ചേക്കുന്നതാണ്. ആർട്ടിക്കിൾ 32 പ്രകാരമുള്ള പ്രശ്നപരിഹാരത്തിന് സുപ്രീം കോടതിയെ സമീപിച്ചാൽ അത് തിരസ്കരിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരമില്ല. എന്നാൽ ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതിയെ സമീപിച്ചാൽ ഹൈക്കോടതിക്ക് അത് നിരാകരിക്കാൻ അധികാരവുമുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ഓർത്തു വയ്ക്കുക. കാരണം പ്രസ്താവന രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ താഴെ പറയുന്ന പ്രസ്താവനയിൽ ശരിയായത് അല്ലെങ്കിൽ തെറ്റായത് അല്ലെങ്കിൽ പ്രസ്താവനയിൽ ബന്ധമില്ലാത്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്കത് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റണം. അപ്പോൾ ആർട്ടിക്കിൾ 32 പ്രകാരം പ്രശ്നപരിഹാരത്തിന് സുപ്രീം കോടതിയെ സമീപിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അത് നിരസ്കരിക്കാൻ അധികാരമില്ല ആർക്ക്? സുപ്രീം കോടതിക്ക്. എന്നാൽ ഹൈക്കോടതിക്കോ നിരസ്കരിക്കാൻ അധികാരമുണ്ട് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. സുപ്രീം കോടതിയുടെ റിട്ട് അധികാരം ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു കിടക്കുമ്പോൾ ഹൈക്കോടതിയുടെ ആണെങ്കിലോ അതാത് സംസ്ഥാനങ്ങളും അതാത് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ മാത്രമായിട്ടാണ് ഒതുങ്ങി നിൽക്കുന്നത്. അപ്പോൾ സുപ്രീം കോടതിയുടെ റിട്ട് അധികാരം എന്ന് പറയുന്നത് ഇന്ത്യ മുഴുവനുമുണ്ട്. അപ്പോൾ ഇന്ത്യ മുഴുവനാണ് ആരുടെ? യെസ്, സുപ്രീം കോർട്ട്. ഹൈക്കോർട്ടാണെങ്കിലോ അതാത് സ്റ്റേറ്റ് അതേപോലെ തന്നെ യൂണിയൻ ടെറിട്ടറീസ് ആണെന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിട്ടുകളെ കുറിച്ചാണ്. അതായത് നമുക്ക് പഠിക്കാനുള്ളത് മക്കളെ എത്ര റിട്ടുകളാണെന്ന് ചോദിച്ചാൽ, എത്ര തരം റിട്ടുകൾ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 റിട്ടുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൻ്റെ ഒരു സിമ്പിൾ കോഡ് ഞാൻ പറയാം. അതായത് CPM-HQ എന്ന് ഓർത്താൽ മതി. അതായത് CPM-ൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും നമുക്ക് കോഡ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ റിട്ടുകൾ ആകെ എത്ര എണ്ണമാണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര എണ്ണമാണ് മക്കളെ ഉള്ളത്? 5 എണ്ണമാണുള്ളത്. അപ്പോൾ എത്ര റിട്ടുകളാണുള്ളത്? 5 റിട്ടുകളാണുള്ളത്. ഇനി ഏതൊക്കെയാണ് ആ 5 റിട്ടുകൾ എന്നുള്ളത് നമുക്ക് നോക്കാം. അതിൻ്റെ അകത്ത് ഒന്നാമത്തെ റിട്ട് ഏതാണ്? അതിൽ ഒന്നാമത്തെയാണ് ഏതെന്ന് പറയുന്നത് ഹേബിയസ് കോർപ്പസ്. എന്താണ്? ഹേബിയസ് കോർപ്പസ്. ഒന്നാമത്തെ റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. രണ്ടാമത്തെയാണ് മാൻഡമസ്. മാൻഡമസ്. ഇനി മൂന്നാമത്തെ റിട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഏതെന്ന് പറയുന്നത് യെസ്, പ്രൊഹിബിഷൻ എന്ന് പറയുന്നതാണ് മൂന്നാമത്തെ. ഇനി നാലാമത്തെ റിട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കോവാറൻറ്റോ. ഇനി അഞ്ചാമത്തെ റിട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് സെർഷ്യോററി. എന്താണ്? സെർഷ്യോററി. അപ്പോൾ സുപ്രീം കോടതിയും ഹൈക്കോടതിക്കും പുറപ്പെടുവിക്കാനുള്ള അധികാരമായിട്ടുള്ള റിട്ട് ആകെ എത്ര റിട്ടുകളാണ് ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 റിട്ടുകളാണ്. അതിൻ്റെ കോഡാണ് നമ്മൾ പറഞ്ഞത് CPM-HQ എന്നുള്ളതാണ് അതിൻ്റെ കോഡ്. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 5 റിട്ടുകളും ഓടിച്ച് നമുക്ക് പഠിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം ഇതാണ്. അതായത് എന്താണ് ഈ പറയുന്ന റിട്ട് എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ കറക്റ്റായിട്ടൊരു ഡെഫിനിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് റിട്ട് എന്ന് പറയുന്നത്? മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെ പറയുന്നതാണ് റിട്ട് എന്നുള്ളത്. ശ്രദ്ധിക്കുക, മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെ പറയുന്നതാണ് റിട്ട് എന്ന് പറയുന്നത്. ഇനി റിട്ട് എന്ന് പറയുന്ന പദം ഏതു ഭാഷയിൽ നിന്നാണ് വന്നതെന്ന് ചോദിച്ചാൽ മക്കളെ, റിട്ട് എന്ന പദം ഏതു ഭാഷയിൽ നിന്നാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലാറ്റിൻ ഭാഷയിൽ നിന്നാണ്. എന്നാൽ റിട്ട് എന്ന ആ ഒരു ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്ത് നിന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ശ്രദ്ധിക്കുക, ഏത് രാജ്യത്ത് നിന്നാണ് റിട്ട് എന്ന ആശയം കടമെടുത്തത്? എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. എന്നാൽ റിട്ട് എന്ന പദം ഏതു ഭാഷയിൽ നിന്നാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലാറ്റിനാണ്. കൺഫ്യൂസിംഗ് ആണ്, തെറ്റിപ്പോവരുത്. ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് റിട്ട് എന്ന പദം വന്നത്. റിട്ട് എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ബ്രിട്ടനിൽ നിന്നാണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. നമുക്ക് റിട്ടുകളെ കുറിച്ച് പഠിക്കുമ്പോൾ 2 ആർട്ടിക്കിൾ മക്കളെ 2 ആർട്ടിക്കിളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിലൊന്നാണ് ആർട്ടിക്കിൾ 32 എന്ന് പറയുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 32 ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ആർട്ടിക്കിൾ 226. അപ്പോൾ ആർട്ടിക്കിൾ 32 എന്ന് ഓർക്കുമ്പോൾ ഇങ്ങനെ ഓർത്താൽ മതി, വലുത് ചെറുതാണെന്ന് ഓർത്താൽ മതി. അതായത്
സുപ്രീം കോർട്ടിൻ്റെ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 32. എന്നാൽ ഹൈക്കോർട്ട് എന്ന് പറയുന്നത് എന്താണ്? 226 ഓർത്ത് വയ്ക്കുക. അപ്പോൾ സുപ്രീം കോർട്ട് അധികാരം, അതായത് സുപ്രീം കോർട്ടിന് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരത്തെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 32. ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കുന്നതിനെക്കുറിച്ചുള്ള അധികാരത്തെക്കുറിച്ച് പറയുന്നതാണെങ്കിൽ 226 കൂടി എന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കുക. ഇനി മൗലികാവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നതിന് വേണ്ടി മാത്രം റിട്ട് പുറപ്പെടുവിക്കുന്ന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സുപ്രീം കോർട്ടാണ്. ഓക്കെ, അപ്പോൾ മൗലിക അവകാശങ്ങൾക്ക് വേണ്ടി മാത്രം, ഓക്കെ, മൗലികാവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം റിട്ട് പുറപ്പെടുവിക്കുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സുപ്രീം കോടതിയാണ്. മൗലിക അവകാശങ്ങളോടൊപ്പം നിയമാവകാശങ്ങൾക്കും കൂടി റിട്ട് പുറപ്പെടുവിക്കുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? ഹൈക്കോടതിയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു അർത്ഥത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹൈക്കോടതിയുടെ റിട്ട് പുറപ്പെടുവിക്കുന്നതിനുള്ള അധികാരം സുപ്രീം കോടതിയിൽ നിന്നും വിശാലമാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇനി ആർട്ടിക്കിൾ 32 പ്രകാരമുള്ള പ്രശ്ന പരിഹാരത്തിന് സുപ്രീം കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ അത് നിരസ്കരിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരമില്ല. എന്നാൽ 226 പ്രകാരം ഹൈക്കോടതിയെ സമീപിച്ചാൽ ഹൈക്കോടതിക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഇത് നിരസ്കരിക്കാനുള്ള അധികാരമുണ്ട് എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. ഇനി സുപ്രീം കോടതിയുടെ റിട്ട് അധികാരം എന്ന് പറയുന്നത് ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു കിടക്കുമ്പോൾ ഹൈക്കോടതിയുടേതാണെങ്കിൽ അതാത് സംസ്ഥാനങ്ങൾ, അതേപോലെ തന്നെ എന്താണ്, അതേപോലെ തന്നെ യൂണിയൻ പ്രദേശങ്ങളിലുമായി, യൂണിയൻ ടെറിട്ടറീസിലുമായിട്ട് എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന അധികാരം കിടക്കുന്നു. ഓക്കെ, അപ്പോൾ അതും ഒന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ നമ്മൾ പറഞ്ഞത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിലവിൽ എത്ര തരം റിട്ടുകളെക്കുറിച്ചാണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 5 റിട്ടുകളെക്കുറിച്ചാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ആ 5 എണ്ണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓർത്തിരിക്കാനുള്ള സിമ്പിൾ കോഡാണ് എന്തെന്ന് പറയുന്നത്? CPM-HQ എന്ന് പറയുന്നത്. CPM-ൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് ഓർത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ അകത്ത് എല്ലാം വരും. C for certiorari, P for prohibition, M for mandamus, H for എന്താണ്? ഹേബിയസ് കോർപ്പസ്, Q for quo warranto. അപ്പോൾ അതാണ് CPM-ൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് ഓർത്തിരുന്നാൽ മതി. സിമ്പിളായിട്ട് നമുക്കത് കിട്ടുന്നതായിരിക്കും. ഓക്കെ, CPM-HQ. അപ്പോൾ C for certiorari, P for prohibition, M for mandamus, H for habeas corpus, Q for quo warranto. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്. ഇനി നമുക്ക് ഇത് ഓരോന്നും എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലാരിറ്റി തന്നെ മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നമുക്ക് എന്താണ് ഹേബിയസ് കോർപ്പസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യു മേ ഹാവ് ദ ബോഡി, നിങ്ങൾക്ക് ശരീരം ഹാജരാക്കുക. ഓക്കെ, അതായത് നിയമവിധേയമല്ലാതെ തടവിൽ വച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിന് വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് എന്തെന്ന് പറയുന്നത്? യെസ്, ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. അതായത് ഏറ്റവും കൂടുതൽ PSC ചോദിച്ചേക്കണത് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ, വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത് വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ടാണ്. ശരീരം ഹാജരാക്കുക, ശരീരം ഹാജരാക്കുക എന്ന് പറയുന്നത് യു മേ ഹാവ് ദ ബോഡി എന്നർത്ഥം വരുന്ന റിട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അതും ഏത് തന്നെയാ? യെസ്, ഹേബിയസ് കോർപ്പസ് ആണ് ശരീരം ഹാജരാക്കുക എന്നർത്ഥം വരുന്ന റിട്ട്. അതായത് വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ അതാണ് ഹേബിയസ് കോർപ്പസ്. ഓക്കെ, അപ്പോൾ ഒത്തിരി തവണ PSC ചോദിച്ച് പോയേക്കണ ചോദ്യമാണ് വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഹേബിയസ് കോർപ്പസ്. അതേപോലെ തന്നെ എന്താണ്? ശരീരം ഹാജരാക്കുക, യു മേ ഹാവ് ദ ബോഡി എന്ന് പറയുന്ന അർത്ഥം വരുന്നതും ഹേബിയസ് കോർപ്പസ് ആണ്. അതേപോലെ തന്നെ എന്താണ്? നിയമവിധേയമല്ലാതെ ഒരാളെ തടങ്കലിൽ വച്ചിരുന്നാൽ, ഓക്കെ, അപ്പോൾ നിയമവിധേയമല്ലാതെ ഒരാളെ തടങ്കലിൽ, ഓക്കെ, തടങ്കലിൽ വച്ചാൽ അവർക്ക് വേണ്ടി പുറപ്പെടുവിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത്? ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യം കൃത്യമായി മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്താണ് നമുക്ക് പഠിക്കാനുള്ളത് മാൻഡമസ്. മാൻഡമസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നാം കൽപ്പിക്കുന്നു, നാം കൽപ്പിക്കുന്നു എന്നുള്ളതാണ് മാൻഡമസ് എന്ന വേർഡിൻ്റെ അർത്ഥം. നാം കൽപ്പിക്കുന്നു. സ്വന്തം കർത്തവ്യം നിറവേറ്റാൻ
ഒരു ഉദ്യോഗസ്ഥനെയോ പൊതുസ്ഥാപനത്തെയോ അനുശാസിച്ചുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്നു. അപ്പോൾ സ്വന്തം കർത്തവ്യം എന്ത് ചെയ്യാനാണ്? നിറവേറ്റാനാണ് ഈ ഒരു റിട്ട്. അതായത് മാണ്ടമസ് എന്ന് പറയുന്ന റിട്ട് പറയുന്നത് സ്വന്തം കർത്തവ്യം നിറവേറ്റാൻ വേണ്ടിയിട്ട് ഒരു ഉദ്യോഗസ്ഥനെയോ സ്ഥാപനത്തെയോ ഒക്കെ എന്ത് ചെയ്യുന്നു? അനുശാസിച്ചുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഏതെന്ന് പറയുന്നത്? മാണ്ടമസ് എന്ന് പറയുന്നത്. അത് പൊതുസ്ഥാപനം, കീഴ്ക്കോടതി, ട്രിബ്യൂണൽ, സർക്കാർ, അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന കോർപ്പറേഷൻ തുടങ്ങിയവർക്കെതിരെ ഒക്കെ മാണ്ടമസ് റിട്ട് പുറപ്പെടുവിക്കാം എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. ഓക്കെ, അടുത്തതാണ് മൂന്നാമത്തെ പ്രൊഹിബിഷൻ. ഒരു കീഴ്ക്കോടതി അതിൻ്റെ അധികാര പരിധി ലംഘിക്കുകയോ സ്വാഭാവിക നീതി നിയമങ്ങൾക്കെതിരായി പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനെ പ്രാഥമികമായി തടയുന്നതിനുള്ള റിട്ടാണ്. ഓക്കെ, അപ്പോൾ ഒരു കീഴ്ക്കോടതി അതിൻ്റെ അധികാര പരിധി ലംഘിക്കുകയോ സ്വാഭാവിക നീതി നിയമങ്ങൾക്കെതിരായി പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനെ പ്രാഥമികമായി തടയുന്ന റിട്ടാണ് ഏതെന്ന് പറയുന്നത്? പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. നിയമവിരുദ്ധവും നീതിരഹിതവുമായ വിചാരണ തടയാൻ പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അതും ഏത് തന്നെയാണ്? പ്രൊഹിബിഷൻ തന്നെയാണ്. എന്താണ് ഈ റിട്ടിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രൊഹിബിഷൻ നമുക്ക് തന്നെ അറിയാം എന്താണ്? വിലക്കുക, ടു ഫോർബിഡ് എന്നുള്ളതാണ് പ്രൊഹിബിഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. മിക്കപ്പോഴും ജുഡീഷ്യൽ, ക്വാസി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്കെതിരെ മാത്രമാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്ന ഈ ഒരു റിട്ട് പുറപ്പെടുവിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. അതായത് ഒരു കീഴ്ക്കോടതി അതിൻ്റെ അധികാര പരിധി ലംഘിക്കുകയോ സ്വാഭാവിക നീതി നിയമങ്ങൾക്കെതിരായി പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനെ പ്രാഥമികമായി തടയുന്നതിനുള്ള റിട്ടാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ പ്രൊഹിബിഷൻ എന്ന് പറയുന്ന റിട്ട്. എന്താ ഈ റിട്ടിൻ്റെ പ്രൊഹിബിഷൻ എന്ന വേർഡിൻ്റെ അർത്ഥം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിലക്കുക, ടു ഫോർബിഡ് എന്നതാണ് ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ജുഡീഷ്യൽ, ക്വാസി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്കെതിരെ മാത്രം പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഏതെന്ന് പറയുന്നത്? പ്രൊഹിബിഷൻ എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇനി നമ്മുടെ നാലാമത്തെയാണ് കോവാറൻറ്റോ. അതായത് എന്തധികാരം. ഓക്കെ, എന്തധികാരം എന്ന് പറയുന്നതാണ് കോവാറൻറ്റോ. ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്ന റിട്ട്. അപ്പോൾ ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്തൊരു ഉദ്യോഗം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ ആ വ്യക്തിയെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു റിട്ടാണ് ഏതെന്ന് പറയുന്നത്? MG സർവകലാശാലയുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായത് ഏത് റിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന കോവാറൻറ്റോ ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. കോവാറൻറ്റോ എന്ന പദത്തിൻ്റെ അർത്ഥം എന്തധികാരം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒരാൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു പൊസിഷനിലേക്ക് വരുന്ന ഒരാളാണെങ്കിൽ ആ ആൾക്ക് എന്താണ് ആ പൊസിഷനിലിരിക്കാനുള്ള അർഹത ഇല്ല, എന്നാൽ അദ്ദേഹത്തിനേക്കാൾ കൂടുതൽ അർഹതയുള്ള ആൾ ആ ഒരു സ്ഥാപനത്തിൽ തന്നെ ഉണ്ട്. എന്നാൽ അയാൾക്ക് എന്ത് ചെയ്യാം? ഈ ഒരാളെ ചോദ്യം ചെയ്യാനുള്ള അധികാരവുമുണ്ട്. അയാളെ ആ തലസ്ഥാനത്ത് നിന്നും പുറത്താക്കി ഈ പറയുന്ന യോഗ്യതയുള്ള ആൾക്ക് അവിടെ തുടരുന്നതിനുള്ള അധികാരത്തെക്കുറിച്ചും പറയുന്നതാണ് ഏതെന്ന് പറയുന്നത്? ഈ പറയുന്ന കോവാറൻറ്റോ. അതായത് എന്തധികാരം എന്ന അർത്ഥമാണ് കോവാറൻറ്റോ എന്ന വാക്കിൻ്റെ എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. ഓക്കെ, അടുത്തതാണ് എന്തെന്ന് പറയുന്നത്? സെർഷ്യോററി. നമ്മുടെ അഞ്ചാമത്തെ റിട്ടാണ് സെർഷ്യോററി എന്ന് പറയുന്നത്. അതായത് സെർഷ്യോററി എന്ന വാക്കിൻ്റെ അർത്ഥമാണ് സാക്ഷ്യപ്പെടുത്തുക. ഓക്കെ, സാക്ഷ്യപ്പെടുത്തുക എന്നതാണ് സെർഷ്യോററി എന്ന വാക്കിൻ്റെ അർത്ഥം. അതായത് ടു സർട്ടിഫൈവ് അല്ലെങ്കിൽ ടു ഇൻഫോം, വിവരം നൽകുക, സാക്ഷ്യപ്പെടുത്തുക എന്നിങ്ങനെയൊക്കെ അർത്ഥമാണ് ഏതിൻ്റെ? ഈ പറയുന്ന നമ്മുടെ സെർഷ്യോററിയുടെ. അതായത് ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ട്. അത്രയും മാത്രം പഠിച്ചു വെച്ചാൽ മതി മക്കളെ. ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് ഏതെന്ന് പറയുന്നത്? സെർഷ്യോററി എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടിനെ കുറിച്ച് പറയുന്നതാണ് സെർഷ്യോററി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് സെർഷ്യോററി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് കൂടി പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷൻ അവസാനിപ്പിക്കാം. അതായത് സ്വകാര്യ വ്യക്തികൾക്കെതിരെ പുറപ്പെടുവിക്കാൻ കഴിയാത്ത റിട്ടുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് സ്വകാര്യ വ്യക്തികൾക്ക് എതിരെ പുറപ്പെടുവിക്കാൻ കഴിയാത്ത റിട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഒന്ന് മണ്ടമസ്. ഓക്കെ, മണ്ടമസ് എന്ന് പറയുന്ന റിട്ട് പുറപ്പെടുവിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ സെർഷ്യോററി. ഓക്കെ, സെർഷ്യോററി എന്ന റിട്ട് പുറപ്പെടുവിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ
പ്രൊഹിബിഷൻ. പ്രൊഹിബിഷൻ. അപ്പോൾ ഈ 3 റിട്ടുകളും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അപ്പോൾ പുറപ്പെടുവിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് പുറപ്പെടുവിക്കാൻ പറ്റാത്തത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതൊക്കെയാണ് പുറപ്പെടുവിക്കാൻ പറ്റാത്ത റിട്ടുകളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? ഈ പറയുന്ന CPM എന്ന് പറയുന്നത് പുറപ്പെടുവിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഓർത്താൽ മതി. അപ്പോൾ CPMനെതിരെ നമുക്കൊരു കേസും പുറപ്പെടുവിക്കാൻ പറ്റത്തില്ല എന്ന് തന്നെ ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ സ്വകാര്യ വ്യക്തികൾ. അപ്പോൾ സ്വകാര്യ വ്യക്തികൾക്ക് എതിരായിട്ട് പുറപ്പെടുവിക്കാൻ പറ്റാത്ത റിട്ട് ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ, അതാണ് സെർഷ്യോററി പ്രൊഹിബിഷൻ മാൻഡമസ്. ഇത് സ്വകാര്യ വ്യക്തികൾക്കെതിരെ പുറപ്പെടുവിക്കാനായിട്ട് പറ്റത്തില്ല. ബാക്കിയൊക്കെ സ്വകാര്യ വ്യക്തികൾക്കെതിരെ പുറപ്പെടുവിക്കാം. അതായത് ഹേബിയസ് കോർപ്പസും കോ വാറണ്ടോയും, HQ എന്ന് പറയുന്നത്. അപ്പോൾ മൊത്തം 5 റിട്ടുകളാണുള്ളത്, CPM, HQ എന്ന് പറയുന്നത്. അപ്പോൾ 5 റിട്ടുകളും എന്താണ് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. എല്ലാവർക്കും വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുന്നു. ഞാൻ ഒന്നുകൂടി പറയാം, എന്നിട്ട് നമുക്കിത് അവസാനിപ്പിക്കാം. അപ്പോൾ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെ പറയുന്നതാണ് റിട്ട് എന്ന് പറയുന്നത്. റിട്ടുകളെ കുറിക്കുന്ന പദം ഏത് ഭാഷയിൽ നിന്നാണ് ചോദിച്ചാൽ ലാറ്റിനാണ്. റിട്ട് എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ബ്രിട്ടനിൽ നിന്നാണ്. 32, 226 ഇതിൽ പരാമർശിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. 32 സുപ്രീം കോടതിയും 226 എന്ന് പറയുന്നത് നമ്മുടെ ഹൈക്കോടതിയുമാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. മൊത്തം റിട്ടുകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ എത്ര എണ്ണമാണ്? 5 എണ്ണമാണ് മൊത്തം റിട്ടുകൾ എന്ന് പറയുന്നത്. 5 എണ്ണമാണ്. അതിൻ്റെ നമ്മൾ ഓരോന്നും ഏതൊക്കെയാണെന്നുള്ളത് പറഞ്ഞു. 1 ഹേബിയസ് കോർപ്പസ്, 2 മാൻഡമസ്, ഇനി 3 പ്രൊഹിബിഷൻ, 4 കോവാറൻറ്റോ, 5 സെർഷ്യോററി. ഇങ്ങനെ 5 റിട്ടുകളും ആ 5 റിട്ടുകൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചുമാണ് പറഞ്ഞത്. അതായത് നിയമവിധേയമല്ലാതെ തടവിൽ വെച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിന് വേണ്ടി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഏതെന്ന് പറയുന്നത്? ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ നിയമവിധേയമല്ലാതെ തടവിൽ വെച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിന് വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു യു മേ ഹാവ് ദ ബോഡി എന്നറിയപ്പെടുന്നു. അതായത് ശരീരം ഹാജരാക്കുക എന്നർത്ഥം വരുന്നു. അപ്പോൾ ഇത്രയും മാത്രം മക്കളെ ഓർത്താൽ മതി. ഹേബിയസ് കോർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരം ഹാജരാക്കുക. മാൻഡമസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? മാൻഡമസ് എന്ന റിട്ട് എന്ന് പറയുന്നത് നാം കൽപ്പിക്കുന്നു എന്നർത്ഥം വരുന്ന റിട്ടാണ് നാം കൽപ്പിക്കുന്നു. മാൻഡമസ് നാം കൽപ്പിക്കുന്നു. അടുത്ത പ്രൊഹിബിഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? വിലക്കുക. ടു ഫോർബിഡ് എന്നതാണ് പ്രൊഹിബിഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം. കോവാറണ്ടോ എന്താണ്? എന്തധികാരം എന്നതിനെക്കുറിച്ച് പറയുന്നതാണ് കോവാറണ്ടോ എന്ന് പറയുന്ന റിട്ട്. ഇനി സെർഷ്യോററി ആണെങ്കിൽ ടു സർട്ടിഫൈ അല്ലെങ്കിൽ ടു ഇൻഫോം, സാക്ഷ്യപ്പെടുത്തുക അല്ലെങ്കിൽ വിവരം നൽകുക എന്നുള്ളതാണ് ഈ പറയുന്ന സെർഷ്യോററി എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് റിട്ടുകളെക്കുറിച്ച്. ഉറപ്പായും നമുക്ക് വരുന്ന അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ, VO, VFA, കമ്പനി ബോർഡ്, LGS മുതലായ എല്ലാ എക്സാമുകളിലും നമുക്ക് ഈ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. ഉറപ്പായും പഠിച്ചു വച്ചോ, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. റാങ്ക് ബൂസ്റ്ററിൻ്റെ 2ാമത്തെ ചോദ്യവുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്. സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ. താങ്ക് യു.